തോറ്റ് തൊപ്പിയിട്ടിരിക്കുമ്പോഴും ഇതുപോലത്തെ പരിഹാസം പറയുന്നതിനാണ് വലിയ താല്പര്യം കാണിക്കുന്നത്. ഈ തോൽവിയെക്കുറിച്ചാണ് പഠിക്കുന്നത്. തോറ്റിട്ടില്ലെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇപ്പോഴും. എന്നിട്ട് ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് മറ്റത്തൂരിലെ കാര്യം പറയണം. മറ്റത്തൂരിലെന്താ? മറ്റത്തൂരിൽ 2 വിമതന്മാർ ജയിച്ചിരുന്നു. അതിലൊരു വിമതനെ CPM പഞ്ചായത്ത് പ്രസിഡൻ്റാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഇവരെല്ലാവരും ചേർന്നിട്ട് മറ്റേ വിമതനെ ജയിച്ച ആളെ പഞ്ചായത്ത് പ്രസിഡൻ്റാക്കാൻ വേണ്ടി പിന്തുണ കൊടുത്തു. അതാണ്. അത് പാർട്ടി തീരുമാനത്തെ ലംഘിച്ചാണ് അവർ ചെയ്തത്. അല്ലാതെ അവരാരും BJPയിലൊന്നും പോയിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ആഗ്രഹം അവർ BJP പോകണമെന്നാണ്. അവിടെ BJPയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അമിത്ഷായും നരേന്ദ്രമോദി എവിടെ ഒപ്പിടാൻ പറഞ്ഞാലും ഒപ്പിട്ട് കൊടുക്കുന്ന ആളാണ് മുഖ്യമന്ത്രി. എന്നിട്ട് ഈ ഒരു പഞ്ചായത്തിലുണ്ടായ കാര്യത്തിൽ കോൺഗ്രസിനെ പരിഹസിക്കാൻ വരിക. ആ കോൺഗ്രസ്സുകാരെ ആരും BJPയിലൊന്നും പോയിട്ടില്ല. എല്ലാവർക്കും അറിയാമല്ല എന്താ നടന്നത്. ഒരു വിമതനായി ജയിച്ച ഒരാൾക്ക് അവർ സപ്പോർട്ട് ചെയ്തു. അവർക്കെതിരെ നടപടിയെടുക്കാൻ കാര്യം പാർട്ടി അവിടെ ആലോചിക്കാനാണ് അവർ ചെയ്തത്. അതുകൊണ്ടാണ് അവർക്കെതിരായി നടപടിയെടുത്തത്. അല്ലാതെ അവരാരും രാജിവെച്ച് BJPയിലൊന്നും ചേർന്നിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ആഗ്രഹമാണ് BJPക്ക് ആളെ കൂട്ടാൻ വേണ്ടിയിട്ട്. ഇത്രയേ ഉള്ളൂ. അതങ്ങനെയെന്ന് വെച്ചാൽ അത് AICCയുടെ കൂടെ തീരുമാനമാണ്. ശ്രീ രാഹുൽ ഗാന്ധിയാണ് ഞങ്ങളോട് എപ്പോഴും നിർബന്ധമായിട്ട് പറയാറുള്ളത്, ചെറുപ്പക്കാർക്ക് സ്ത്രീകൾക്കും സംഘടനാപരമായും തിരഞ്ഞെടുപ്പുകളിലും അവർക്ക് നല്ല പ്രാതിനിധ്യം ഉണ്ടാകണം, 50% വേണം എന്ന് പറയാറുള്ളത്. അത് നടപ്പാക്കേണ്ട ചുമതലയാണ് ഞങ്ങളെ പോലുള്ളവർക്ക്. അത് ഞങ്ങളുണ്ടാക്കും. അതുകൊണ്ട് പഴയ തലമുറയോട് എല്ലാവരോടും മാറിയിരിക്കാനല്ലല്ലോ പറയുന്നത്. പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് കൂടി അവസരം ഉണ്ടായിക്കൊണ്ടിരിക്കും. തീർച്ചയായിട്ടും ഉണ്ടാകണം. ഞങ്ങളൊക്കെ അങ്ങനെ കയറി വന്ന ആളല്ലേ. ഇനി ഞങ്ങളുടെ പുറകെ വരേണ്ടവരാരും വരണ്ട എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുമോ? ഉറപ്പായും സ്ത്രീകൾക്കും യുവാക്കൾക്കും കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടാവും. അത് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ കൂടി, ദേശീയ നേതൃത്വത്തിൻ്റെ കൂടി ആഗ്രഹമാണ്. ആ ആഗ്രഹം ഒരു പാർട്ടിയെ സജീവമാക്കി നിർത്തുന്നതിന് വേണ്ടി കൂടിയാണ്. അത് ഞങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കും. തലമുറ മാറ്റം പറയുമ്പോഴും അവരെയൊന്നും മാറ്റി നിർത്തുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞത് കൂടുതൽ ചെറുപ്പക്കാരെയും സ്ത്രീകളെയും കൊണ്ടുവരുമെന്ന. അവിടെ പ്രായമുള്ളവരെല്ലാം ഇനി പിരിഞ്ഞു പോയിക്കൊള്ളണം എന്നല്ലല്ലോ അതിൻ്റെ അർത്ഥം. മാറ്റം ഉണ്ടാവും. അത് കോൺഗ്രസ് നേതൃത്വത്തിൽ അങ്ങനെ തന്നെയാണ്. കമ്മിറ്റികളൊക്കെ അങ്ങനെ വേണമെന്ന് AICCയുടെ തീരുമാനമാണ്. സംഘടനാപരമായി അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് മുതിർന്ന നേതാക്കന്മാരെല്ലാവരും പാർട്ടി വിട്ടൊന്നും പോയില്ലല്ലോ. എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. അവരുടെ ഉപദേശങ്ങളും അവരുടെ സഹായവും അവരിൽ മത്സരിക്കാൻ പറ്റാവുന്നവരും മത്സരിക്കുകയൊക്കെ ചെയ്യും. അവരെ ആരും ഒഴിവാക്കില്ല.